നമസ്കാരം. നമ്മൾ ഈ ടോപ്പിക്കിൽ പഠിക്കാൻ പോകുന്നത് നോൺ മെൻഡേലിയൻ ഇൻഹെറിറ്റൻസ്. നമ്മൾ എന്തൊക്കെയാണ് കഴിഞ്ഞ വീഡിയോകളിൽ പഠിച്ചത്? ജെനറ്റിക്സ്, അതിൽ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന കുറേ ടേംസ് പഠിച്ചു. അതേപോലെ തന്നെ ഗ്രിഗർ മെൻഡൽ എന്ന് പറയുന്ന ഫാദർ ഓഫ് ജെനറ്റിക്സ് എന്നറിയപ്പെടുന്ന ആൾ എങ്ങനെയാണ് ആ വിശേഷത്തിന് അർഹമായത്, അതായത് അദ്ദേഹം ചെയ്ത ഫേമസ് ആയിട്ടുള്ള എക്സ്പെരിമെൻറ്റ്സ് ഇൻ പൈസം സറ്റൈവം, അതിൻ്റെ ബേസിൽ അദ്ദേഹം രൂപീകരിച്ച ലോസ് ഓഫ് ജെനറ്റിക്സ്, ലോ ഓഫ് ഇൻഡിപെൻഡൻസ്, ലോ ഓഫ് സെഗ്രിഗേഷൻ ആൻഡ് ലോ ഓഫ് ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ്. ഫസ്റ്റ് വൺ ലോ ഓഫ് ഡോമിനൻസ്, ലോ ഓഫ് സെഗ്രിഗേഷൻ, പിന്നെ ലോ ഓഫ് ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ്. ഇങ്ങനെ 3 ലോ കൂടി അദ്ദേഹം ഉണ്ടാക്കി. അതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഫസ്റ്റ് ലോ പ്രകാരം എന്താണ് പറയുന്നത്? ഒരു ഹോമോസൈഗസ് ടോൾ മറ്റൊരു ഹോമോസൈഗസ് ഡ്വാർഫുമായിട്ട് ക്രോസ് ചെയ്യുമ്പോൾ കിട്ടിയ ഓസ്പ്രിങ് ഹെറ്ററോസൈഗസ് ടോൾ ആണ്. അതായത് എങ്ങനെയാണ് F1 it has both the characteristic features of both the parents എന്ന് പറയുന്നുണ്ട്. But only one character is expressed, other is suppressed. Expressed character is called dominant character and suppressed character is called recessive character എന്നാണ് പറയുന്നത്. ഇനി അതിൻ്റെ F2 ക്രോസ് എടുക്കുമ്പോൾ എങ്ങനെയാണുള്ളത്? F2 ക്രോസ് എടുക്കുമ്പോൾ F1 ഇല്ലാത്തൊരു പാരന്റ്, ഒരു ഓസ്പ്രിങ് F2 കിട്ടി. 3:1. ആ 1 ഏതാണ്? സ്മോൾ ടി. അതായത് പാരന്റ് ഗാമറ്റ് ഫോർമേഷൻ സമയത്ത് ക്യാരക്ടേഴ്സ് സെഗ്രിഗേറ്റ് ചെയ്യുന്നതിനാൽ ആ ഗാമറ്റ് പ്യൂർ ആണെന്നും അതിനെയാണ് ലോ ഓഫ് സെഗ്രിഗേഷൻ എന്ന് വിളിച്ചത്. ലോ ഓഫ് സെഗ്രിഗേഷൻ ഈസ് ഓൾസോ നോൺ ആസ് ലോ ഓഫ് പ്യൂരിറ്റി ഓഫ് ഗാമറ്റ് എന്ന് കൂടി അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞു ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ്. മെൻഡലിന്റെ ഫസ്റ്റ് 2 ലോ എന്തിന്റെ ബേസിലായിരുന്നു? ഒരു മോണോ ഹൈബ്രിഡ് ക്രോസിന്റെ ബേസിലായിരുന്നെങ്കിൽ മെൻഡലിന്റെ സെക്കൻഡ് ലോ എന്ന് പറയുന്നത് ഒരു ഡൈ ഹൈബ്രിഡ് ക്രോസ് ആയിരുന്നു. അതായത് ഹിയർ 2 ക്യാരക്ടേഴ്സ് കമ്പൈൻ. ഏതൊക്കെയാണ് 2 ക്യാരക്ടേഴ്സ് കമ്പൈൻ ചെയ്തത്? റൗണ്ട് യെല്ലോ, റിങ്കിൾഡ് ഗ്രീൻ അതായിരുന്നു. അതായത് ആദ്യത്തേൽ ഏത് ക്യാരക്ടർ ഹൈറ്റ് മാത്രം നോക്കിയിട്ടാണ് ഫസ്റ്റ് 2 ലോ ഉണ്ടാക്കിയത്. പക്ഷേ തേർഡ് ലോത്തും എന്തൊക്കെ നോക്കിയിരുന്നു? റൗണ്ട് ഗ്രീൻ എന്ന് പറയുമ്പോൾ ഷേപ്പ് ആൻഡ് കളർ നോക്കിയിരുന്നു. അതാണ് ഡൈ ഹൈബ്രിഡ് ക്രോസ്. അതിലാണ് അദ്ദേഹം എന്ത് ചെയ്തത്? 9:3:3:1 എന്ന റേഷ്യോ കിട്ടിയത്. അതിൻ്റെ ഇമ്പോർട്ടൻസ് ഒക്കെയാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുന്നതാണ് മെൻഡേലിയൻ ഇൻഹെറിറ്റൻസ്. അപ്പോൾ മെൻഡേലിയൻ ഇൻഹെറിറ്റൻസ് എങ്ങനെ വരണം എന്നാണ് പറഞ്ഞത്? കിച്ച് ക്യാരക്ടേഴ്സ് കൺട്രോൾഡ് ബൈ എ പെയർ ഓഫ് അലീൽസ് എന്ന് പഠിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ F1 എങ്ങനെയായിരിക്കും? 2 ഡിഫറെൻറ്റ് പാരൻസ് ആണെങ്കിൽ അതിൻ്റെ ഏതെങ്കിലും എനി വൺ ഓഫ് ദ പാരൻ്റ് ആണ്, ഇന്റർമീഡിയറ്റ് അല്ല കാണിക്കുന്നത്, എനി വൺ ഓഫ് ദ പാരന്റ്, ബട്ട് ഇറ്റ് കണ്ടെയ്ൻസ് 1 ഡോമിനന്റ് ക്യാരക്ടർ ആൻഡ് 1 റെസസീവ് ക്യാരക്ടർ. ഇങ്ങനെയാണ് ഫസ്റ്റ് ലോ പറയുന്നത്. സെക്കൻഡ് ലോ ആണെങ്കിൽ ലോ സെഗ്രിഗേഷനും തേർഡ് അസോർട്ട്മെന്റും പറയുന്നു. ഇതിൽ നമ്മുടെ ബോഡി അല്ലെങ്കിൽ ഇത് നമ്മുടെ ലൈഫുമായിട്ട് എങ്ങനെ കണക്ട് ചെയ്യാം? ഇപ്പം നമ്മുടെ ബോഡിക്കകത്ത് ഈക്വലായിട്ട് ഫസ്റ്റ് ലോ ആണ് പറയുന്നത് 23 ക്രോമോസോംസ് നമ്മുടെ ബോഡിക്കകത്ത് ഉണ്ടെങ്കിലും നമ്മളിപ്പോൾ ചിലപ്പോൾ പല ആൾക്കാരുടെ ക്യാരക്ടർ കാണിക്കും. ഇപ്പോൾ നമ്മുടെയൊക്കെ ബോഡിക്കകത്തുള്ള ക്രോമോസോംസ് 23 ഫ്രം ഫാദർ ആൻഡ് 23 ഫ്രം മദർ. പക്ഷേ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന ഇപ്പോൾ എന്തായിരിക്കും? ചില ആൾക്കാരെ കണ്ടാൽ ഫാദറിനെ പോലെ ഉണ്ടാവും, ചില ആൾക്കാർ കൂടുതൽ കാണിക്കുന്ന മദറിൻ്റെ ക്യാരക്ടർ ആയിരിക്കും എന്ന് കരുതിയിട്ട് ബാക്കി മറ്റുള്ള ക്യാരക്ടർ ഇല്ല എന്നല്ലല്ലോ, ഉണ്ട്, ഈക്വലി ഉണ്ട്. പക്ഷേ എക്സ്പ്രഷൻ രീതി മാറുന്നതാണ് ഫസ്റ്റ് ലോ പറയുന്നത്. സെക്കൻഡ് ലോ പറയുന്നത് F1 ഇല്ലാത്ത ക്യാരക്ടർ F2 കിട്ടും. അതായത് ഗ്രാൻഡ് ഫാദറിൻ്റെ ക്യാരക്ടർ നമ്മുടെ മദറിന് ഉണ്ടാവില്ല, പക്ഷെ നമുക്ക് കിട്ടും. അതാണ് ഈ സെക്കൻഡ് ലോയുമായിട്ട് ക്രോസ് ചെയ്യുന്നത്. തേർഡ് ലോ നമ്മൾ പറയുന്നത് ഇത്രയേ ഉള്ളൂ, 2 പുതിയ ക്യാരക്ടേഴ്സ് ക്രോസ് ചെയ്യുമ്പോൾ അതല്ലാത്ത ക്യാരക്ടറും വരാം. ഇപ്പോൾ റൗണ്ട് യെല്ലോയും റിങ്കിൾഡ് ഗ്രീനും കൂടി ഫ്യൂസ് ചെയ്യുമ്പോൾ 9:1 ഓക്കെയാണ്, പാരൻസിന് കിട്ടി. പക്ഷേ ആ 6 ഓസ്പ്രിങ്സ് ഒരു പുതിയ ക്രോസ് വഴി കിട്ടിയതാണ്. അപ്പോൾ ഇതാണ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് വരെ കണക്ട് ചെയ്യുന്നത്. നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് നോൺ മെൻഡലിയൻ ഇൻഹെറിറ്റൻസ്. മെൻഡലിന്റെ രീതി അല്ലാതെ മറ്റേതെങ്കിലും വിധത്തിൽ എന്തുണ്ട്? ഇൻഹെറിറ്റൻസ് ആവുന്നുണ്ടോ നോക്കാം. നോൺ മെൻഡലിയൻ ഇൻഹെറിറ്റൻസിൽ ഏതൊക്കെ ടൈപ്പ് ഉണ്ട്? ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്, കോ ഡോമിനൻസ്, മൾട്ടിപ്പിൾ അലീലിസം, പോളിജെനിക് ഇൻഹെറിറ്റൻസ്, പ്ലിയോട്രോപ്പി. അതായത് മെൻഡൽ കണ്ടുപിടിച്ച കാര്യങ്ങൾ ശരിയായിരുന്നു, പക്ഷേ മെൻഡൽ കണ്ടുപിടിച്ച കാര്യങ്ങളല്ലാതെ മറ്റു ചില കാര്യങ്ങൾ കൂടി ഉണ്ട് എന്നാണ് നമ്മൾ ഈ ടോപ്പിക്കിൽ പറയാൻ പോകുന്നത്. അതാണ് നമ്മൾ നോൺ മെൻഡേലിയൻ ഇൻഹെറിറ്റൻസിൽ പറയുന്നത്. നോക്കാം ഓരോന്നായിട്ട്. എന്താണ് ഫസ്റ്റ് വൺ? ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് നോക്കുക. ഇറ്റ് ഈസ് എ ഇൻഹെറിറ്റൻസ് ഇൻ വിച്ച് the offspring show intermediate character between 2 parental characteristics. ഓക്കെ, അതായത് കാര്യം ഇതാണ്. നമ്മുടെ മിറാബിലിസ് ജാലപ്പ എന്ന് പറയുന്ന
4 o'clock പ്ലാന്റ് അല്ലെങ്കിൽ ഡോഗ് ഫ്ലവർ എന്നറിയപ്പെടുന്ന സ്നാപ് ഡ്രാഗൺ തുടങ്ങിയവയാണ് എക്സാമ്പിൾ പറയുന്നത്. ഈ ഒരു പോയിന്റ് മാത്രം നമ്മൾ ശ്രദ്ധിക്കാം. ക്രോസ് ചെയ്യുന്നത് ഏതൊക്കെ തമ്മിലാണ്? റെഡും വൈറ്റും ആണ് ക്രോസ് ചെയ്യുന്നത്. നമ്മൾ മെൻ്റലിൻ്റെ ഫസ്റ്റ് ലോ പ്രകാരം എന്ത് കിട്ടണം? F1 റെഡ് ഇൻറ്റു വൈറ്റ് ക്രോസ് ചെയ്യുമ്പോൾ ഏത് കിട്ടും? കിട്ടേണ്ടത് നമുക്കറിയാം, ഏതർ റെഡ് ഓർ വൈറ്റ്. അതാണ് ലോ ഓഫ് ഡോമിനൻസ് പറയുന്നത്. ക്യാപിറ്റൽ ആർ ഇൻറ്റു, അതായത് നമ്മളങ്ങനെ ക്രോസ് ചെയ്യുന്നത് നമുക്ക് ജസ്റ്റ് ആ ഒരു രീതി നോക്കിയാലോ? ജസ്റ്റ് ഒന്ന് നോക്കാം. അതേ ക്രോസിങ് നമ്മൾ ജസ്റ്റ് നാല് നോക്കാം. റെഡ് ഇൻറ്റു വൈറ്റ് ആകുമ്പോൾ ഇത് റെഡ് ഇൻറ്റു വൈറ്റ്. അപ്പോൾ ക്യാപിറ്റൽ ആറും സ്മോൾ ആറും ക്രോസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ക്യാപിറ്റൽ ആർ സ്മോൾ ആർ. ഇതാണ് F1 എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് F1 എങ്ങനെ നമുക്ക് പറയാം? ഹെറ്ററോസൈഗസ് റെഡ് എന്നേ പറയും. അതായത് F1 ഒന്നിക്കൽ ഇങ്ങനെ വരും, അല്ലെങ്കിൽ നമ്മൾ സെക്കൻഡ് ഇതിൽ 3:1 വരും. ഓക്കെ, അപ്പോൾ റെഡ് ഓർ വൈറ്റ് മാത്രമേ മെൻ്റൽ പറഞ്ഞ പ്രകാരം കിട്ടുള്ളൂ. പക്ഷേ നോക്കാം എന്താണിത് പോയിന്റ് നോക്കിയേ. ഇറ്റ് ഈസ് ദ ഇൻഹെറിറ്റൻസ് ഇൻ വിച്ച് ദ ഓസ്പ്രിംഗ് ഷോസ് ഇന്റർമീഡിയറ്റ് ക്യാരക്ടർ ബിറ്റ്വീൻ ടു പാരന്റൽ ക്യാരക്ടറിസ്റ്റിക്. എക്സാമ്പിൾ ഏതാ പറയുന്നത്? ഫ്ലവർ കളർ ഇൻ സ്നാപ് ഡ്രാഗൺ, ഡോഗ് ഫ്ലവർ ഓർ ആൻറ്റിറിനം എന്ന് പറയുന്ന സ്പീഷീസിൽ, അല്ലെങ്കിൽ മിറാബിലിസ് ജാലപ്പ നമ്മുടെ 4 o'clock പ്ലാന്റിലൊക്കെ എക്സാമ്പിൾസ് നോക്കിയേ. ഹിയർ ക്രോസ് ബിറ്റ്വീൻ ഹോമോസൈഗസ് റെഡ് ആൻഡ് വൈറ്റ് പ്രൊഡ്യൂസ് പിങ്ക് ഫ്ലവേർഡ്. നോക്കിയേ, റെഡും വൈറ്റും ക്രോസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടി? പിങ്ക് കിട്ടി. അതിനർത്ഥം എന്താണ്? രണ്ടിൻ്റെയും ക്യാരക്ടേഴ്സ് ഈക്വലി എക്സ്പ്രസ് ചെയ്തു. ഈക്വലി മീൻസ് രണ്ടിൻ്റെയും ഇന്റർമീഡിയറ്റ് ക്യാരക്ടർ, റെഡും അല്ല വൈറ്റും അല്ല, റെഡും വൈറ്റും കൂടി മിക്സ് ആയി ഉണ്ടാകുന്ന പിങ്ക് കളർ പോലെ ആയിട്ട് ഉണ്ടാവും. അതാണ് അതിൻ്റെ കാര്യം പറയുന്നത്. നോക്കാം, നമുക്ക് ക്രോസ് നോക്കിയേ. റെഡ് ക്യാപിറ്റൽ ആർ, ലെഫ്റ്റ് സൈഡ് നോക്കാം. റെഡ് ക്യാപിറ്റൽ ആർ, അതേപോലെ തന്നെ വൈറ്റ് ആണെങ്കിൽ സ്മോൾ ആർ. ഇനിയോ ഗ്യാമെറ്റ്സ് വന്നു. F1 ജനറേഷൻ നോക്കിയേ, പിങ്ക് ആണ്. ഇനി F2 നോക്കിയേ, എൻ്റെ ക്രോസ് ചെയ്യുമ്പോൾ അങ്ങനെ കിട്ടി. ഇത്രയും കാര്യം ഓക്കെയാണ്, ഫസ്റ്റ് ലോ പ്രകാരം വന്നു. ഇനി നോക്കിയേ, ഒരു റെഡ്, രണ്ട് പിങ്ക്, ഒരു വൈറ്റ് കിട്ടി. നമുക്ക് എങ്ങനെയായിരുന്നു ഫസ്റ്റ് ലോ പ്രകാരം കിട്ടി? സെക്കൻഡ് ലോ പ്രകാരം കിട്ടി. ഒരു ക്യാപിറ്റൽ ടി, രണ്ട് ക്യാപിറ്റൽ ടി സ്മോൾ ടി, ഒരു സ്മോൾ. അക്ഷരം നോക്കുമ്പോൾ സെയിം ആണ്, പക്ഷേ ജീനോടൈപ്പിക് സെയിം ആണ്. പക്ഷേ ഫിനോടൈപ്പ് എങ്ങനെയാണ് നമുക്ക് അവിടെ കിട്ടിയത്? 3:1, 3 ടോള്, ഒരു ഡ്വാർഫ്. ഇവിടെ എങ്ങനെ പറയാം നമുക്ക്? ഒരു റെഡ്, രണ്ട് പിങ്ക്, ഒരു വൈറ്റ്. അപ്പോൾ ഫിനോടൈപ്പിക് റേഷ്യോ എത്രയാണ്? ഫിനോടൈപ്പിക് റേഷ്യോ 1:2:1 വരും. ജീനോടൈപ്പിക്കോ അതും 1:2:1 വരും. അതാണ് നമ്മൾ പറയാൻ പോകുന്ന ടോപ്പിക്. ഫിനോടൈപ്പിക് റേഷ്യോ 1:2:1, 1 റെഡ്, 2 പിങ്ക് ആൻഡ് 1 വൈറ്റ്. ജീനോടൈപ്പിക് ആണെങ്കിലോ അതും അങ്ങനെയാണ്, 1:2:1 എന്ന് വരും. അതായത് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് പഠിക്കുമ്പോൾ ജീനോടൈപ്പിക് ആൻഡ് ഫിനോടൈപ്പിക് റേഷ്യോ ഈസ് 1:2:1. ദസ് phenotypic and genotypic ratios are the same. This means that R was not completely dominant over small r. Capital R means red ആണ്. റെഡ് കംപ്ലീറ്റ്ലി ഡോമിനന്റ് അല്ല. കംപ്ലീറ്റ്ലി ഡോമിനന്റ് ആയിരുന്നു എന്താവണമായിരുന്നു? ഏതർ റെഡ് ആണായിരുന്നു F1 കിട്ടുക. പക്ഷെ ഇത് റെഡും അല്ല വൈറ്റും അല്ല, ഇന്റർമീഡിയറ്റ് ആയിരിക്കും. പീ പ്ലാന്റ് ഓൾസോ ഷോ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ഇൻ അതർ ട്രേറ്റ്. ഇപ്പോൾ നമ്മൾ പീ പ്ലാന്റിന്റെ ടോളും ഡ്വാർഫും നോക്കുമ്പോൾ നമ്മൾ ഡോമിനന്റ് ക്യാരക്ടർ കാണിച്ചത്, പക്ഷേ മറ്റു ചില ക്യാരക്ടർ എന്തുണ്ട്? ഈ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് കാണിക്കുന്നു എന്നാണ് എക്സ്പെരിമെന്റ്സുകൾ പ്രൂവ് ചെയ്യുന്നത്. ഇതാണ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. മെന്റൽ പറഞ്ഞതുപോലെ അല്ല. അപ്പോൾ അതുകൊണ്ടാണ് നോൺ മെന്റേലിയൻ എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് കേസ് നോക്കാം, കോ ഡോമിനൻസ്. എന്താണ് കോ ഡോമിനൻസ്? ഇറ്റ് ഈസ് എ ഇൻഹെറിറ്റൻസ് ഇൻ വിച്ച് ബോത്ത് അലീൽസ് ഓഫ് എ ജീൻ ആർ എക്സ്പ്രസ്ഡ് ഇൻ എ ഹൈബ്രിഡ്. രണ്ട് അലീൽസും എക്സ്പ്രസ് ചെയ്യും. സാധാരണ നമ്മൾ ഒന്നല്ലല്ലോ. ഇപ്പോൾ എക്സാമ്പിൾ ക്യാപിറ്റൽ ടീം സ്മോൾ ടീം ആയിരുന്നു എന്തായിരുന്നത്? ടോള്. ഇപ്പൊ ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ആണെങ്കിൽ റെഡ് എന്ന് പറഞ്ഞു. പക്ഷെ എന്താ പ്രശ്നം? ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ആണെങ്കിൽ പിങ്ക് എന്ന് പറഞ്ഞു. ഏതെങ്കിലും ഒന്ന് മാത്രമേ പുറമെ കാണിച്ചിട്ടുള്ളൂ. പക്ഷെ ഇവിടെ പറഞ്ഞു എന്താ? രണ്ടും ഉണ്ടാവും. നോക്കുക, ABO ബ്ലഡ് ഗ്രൂപ്പ് ആർ കൺട്രോൾഡ് ബൈ ജീൻ ഐ. നമ്മുടെ ബോഡിക്കകത്തിലെ ABO ബ്ലഡ് ഗ്രൂപ്പിനെ കൺട്രോൾ ചെയ്യുന്ന ജീൻ ഏതാണ്? ഐ എന്ന ജീനാണ്. ഇറ്റ് കൺട്രോൾ ദ പ്രൊഡക്ഷൻ ഓഫ് ഷുഗർ പോളിമേഴ്സ് ആന്റിജൻ.
that protrude from plasma membrane of RBC. The gene I has 3 alleles. ബ്ലഡ് ഗ്രൂപ്പിനെ കൺട്രോൾ ചെയ്യുന്ന ഐ ജീനിന് 3 അലീൽസ് ഉണ്ട്, IA, IB ആൻഡ് I. IA ആൻഡ് IB പ്രൊഡ്യൂസ് സ്ലൈറ്റ്ലി ഡിഫറെന്റ് ഫോം ഓഫ് ഷുഗർ. അലീൽ സ്മോൾ ലെറ്റർ I doesn't produce any sugar. അത് ഓക്കെ, ഈ ഒരു ടോപ്പിക് ക്ലിയർ ആയാൽ മതി. നമ്മൾ തൽക്കാലം ബ്ലഡ് ഗ്രൂപ്പിൻ്റെ ഈ റൈറ്റ് സൈഡിലെ ടേബിൾ മാത്രം നോക്കിയൊന്ന് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും ഇതിനെ? നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പ് എ ആണെങ്കിൽ ജീനോടൈപ്പ് ഏതാണ്? IA ഓർ IAI. നമ്മളിപ്പോൾ ക്യാപിറ്റൽ ടി അല്ലെങ്കിൽ ക്യാപിറ്റൽ ടി സ്മോൾ ടി എന്ന് പറയുന്ന പോലെയാണ് ഇത് പറഞ്ഞത്. അതായത് ക്യാപിറ്റൽ എ വന്നാൽ അത് എന്ത് കാണിച്ചു? ഡോമിനൻസ് കാണിച്ചു, എ ഗ്രൂപ്പ് ഉണ്ടാവും. IB അല്ലെങ്കിൽ അല്ലെങ്കിൽ IB വന്ന് എന്ത് കാണിച്ചു? അത് ബി ഗ്രൂപ്പാണെന്ന് കാണിച്ചു. ഇനി ഈ O നോക്കിയേ, ലാസ്റ്റ് ഗ്രൂപ്പ് O ഗ്രൂപ്പിന്റെ കേസിൽ സ്മോൾ ഐ നമ്മൾ റെസീവ് ക്യാരക്ടർ എന്ന് പറയുന്ന O ഗ്രൂപ്പും കാണിച്ചു. ഈ ഒരു പോയിന്റ് നോക്കിയേ, AB ഗ്രൂപ്പ്, അതിന്റെ അരിയിൽ ഏതാണ്? IAIB. നോർമലി നമ്മൾ ഇതുവരെ പഠിച്ചത് പ്രകാരം IAIB എങ്ങനെയാണ് വേണ്ടത്? ഏതർ എ ഓർ ബി അല്ലേ? ഇപ്പൊ ക്യാപിറ്റൽ ടി സ്മോൾ ടി വരുമ്പോൾ ഏതായി വന്നു? നമ്മൾ ടോള് വന്നു. ക്യാപിറ്റൽ ആർ സ്മോൾ ആർ വരുമ്പോൾ പിങ്ക് വന്നു. ഏതെങ്കിലും ഒരു കളർ മാത്രമല്ലേ വരേണ്ടത്? ഏതെങ്കിലും ഒന്ന് മറ്റൊന്നിനേക്കാളും ഡോമിനന്റ് ആയിരിക്കുമല്ലോ. ഓക്കെ, പക്ഷെ ഇവിടെ നോക്കിയേ, എ ആണ് ഡോമിനന്റ് എങ്കിൽ എന്ത് വന്നു? എ ഗ്രൂപ്പ് വന്നു. ബി ആകുന്ന സമയത്ത് ബി ഗ്രൂപ്പ് വന്നു. ഇനി IAIB വരുന്ന സമയത്ത് നോക്കിയേ, IAIB വരുന്ന സമയത്തുള്ള നോക്കിയേ, ബോത്ത് എ ആൻഡ് ബി ആർ എക്സ്പ്രസ്ഡ് ടുഗദർ. അല്ല, ശരിക്കും പറഞ്ഞാൽ നമ്മൾ എന്തായിരുന്നു വേണ്ടത്? എ അല്ലെങ്കിൽ ബി ആയിരുന്നു വേണ്ടത്. പക്ഷേ AB ഗ്രൂപ്പ് കിട്ടി. അതിനർത്ഥം എന്താണ്? ബോത്ത് ദ അലീൽസ് IA ആൻഡ് IB ആർ ഡോമിനന്റ്. അതുകൊണ്ടാണ് എന്ത് വന്നത്? AB ഗ്രൂപ്പ് വന്നത്. ഇവിടെ നോക്കിയാൽ മനസ്സിലാവും, ഓരോ ബ്ലഡ് ഗ്രൂപ്പിന്റെയും പാരന്റ്സിന്റെ അലീൽസ് ആണ് അതിൽ കൊടുത്തിട്ടുള്ളത്. അതിലേത് നോക്കുക, നമ്മൾ AB ഗ്രൂപ്പിന്റെ റെഡിൽ കൊടുത്ത മാത്രം നോക്കിയേ. ഫാദർ IAയും മദർ IBയും ആണെങ്കിൽ ഓസ്പ്രിങ് എന്തായിരിക്കും? IAIB, AB ഗ്രൂപ്പ് ആയിരിക്കും കുട്ടി. ഇനി ഫാദർ B ഗ്രൂപ്പും മദർ A ഗ്രൂപ്പ് ആണെങ്കിൽ കുട്ടി ഏതായിരിക്കും? IAIB, അതും AB. അതായത് എങ്ങനെ പോയാലും ക്രോസ് ചെയ്താലും ഫാദറും മദറും മെയിലും ഫീമെയിലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലും ഓസ്പ്രിങ് എന്തായിരിക്കും? AB ഗ്രൂപ്പ് ആയിരിക്കും. When IA and IB are present together, they both express their own type of sugar. This is due to codominance. അപ്പോൾ എന്താ പറഞ്ഞത്? ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എങ്ങനെയാണ്? കംപ്ലീറ്റ് ഡോമിനൻസ് ഇല്ല. അതായത് ഇന്റർമീഡിയറ്റ് കളർ കിട്ടി. റെഡും വൈറ്റും ക്രോസ് ചെയ്യുമ്പോൾ പിങ്ക് കിട്ടിയത് ഇന്റർമീഡിയറ്റ് ആണ്. അതുകൊണ്ട് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. ഇവിടെ എന്താ പറഞ്ഞത്? ബോത്ത് ദ അലീൽസ് ആർ എക്സ്പ്രസ്ഡ് അറ്റ് ദ സെയിം ടൈം, സോ ഇറ്റ് ഈസ് കോൾഡ് കോഡോമിനൻസ്. ഇനി തേർഡ് ടൈപ്പ് കോഡോമിനൻസിന്റെ എക്സാമ്പിൾസ് അവിടെ പറയുന്നത് അതേ കാര്യം തന്നെയാണ്. ഓക്കെ, ഇനി അത് അടുത്തതോ മൾട്ടിപ്പിൾ അലീലിസം. എന്താണ് മൾട്ടിപ്പിൾ അലീലിസം? നോർമലി നമ്മൾ എന്താണ് പറഞ്ഞത്? ഈച്ച് ക്യാരക്ടർ ഈസ് കൺട്രോൾഡ് ബൈ എ പെയർ ഓഫ് അലീൽസ്. ഓക്കെ, ഇപ്പൊ നമ്മൾ ഹൈറ്റിന്റെ അലീൽസ് അതൊക്കെയായിരുന്നു ക്യാപിറ്റൽ ടി സ്മോൾ ടി. കളറിന്റെ ആണെങ്കിൽ യെല്ലോ ഗ്രീൻ, അല്ലെ Y ആൻഡ് സ്മോൾ y. ഇനി നമ്മൾ റൗണ്ട് റിങ്കിൾഡ് പറയുമ്പോൾ ക്യാപിറ്റൽ ആറും സ്മോൾ ആറും പറഞ്ഞു. ഇനി അല്ലെങ്കിൽ നമ്മളിപ്പോൾ തൊട്ട് മുമ്പ് പറഞ്ഞ റെഡും വൈറ്റും പറയുമ്പോൾ ക്യാപിറ്റൽ ആറും സ്മോൾ ആറും പറഞ്ഞു കളർ. ഇപ്പോൾ അപ്പോൾ അതായത് എല്ലാ ക്യാരക്ടറും എന്തുണ്ട്? 2 അലീൽസ് ഉണ്ട് എന്നാണ് പഠിച്ചത്. ഈച്ച് ക്യാരക്ടർ ഈസ് കൺട്രോൾഡ് ബൈ എ പെയർ ഓഫ് അലീൽസ് ആണ് ഇതുവരെയുള്ള കാര്യങ്ങൾ പറയുന്നത്. പക്ഷെ ഇനി നോക്കിയേ, വാട്ട് ഈസ് മൾട്ടിപ്പിൾ അലീലിസം? ഇറ്റ് ഈസ് എ പ്രസൻസ് ഓഫ് മോർ ദാൻ 2 അലീൽസ് ഓഫ് എ ജീൻ ടു ഗവേൺ സെയിം ക്യാരക്ടർ. നമ്മൾ ഇതുവരെ പഠിച്ച ഒരു ക്യാരക്ടർ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് 2 അലീൽസ് മാത്രം ഉണ്ടായിരിക്കും. അതാണ് മെന്റലും പറഞ്ഞത്. പക്ഷെ ചില കേസിൽ എന്തുണ്ട്? വിച്ച് ക്യാരക്ടേഴ്സ് കൺട്രോൾഡ് ബൈ മോർ ദാൻ 2 അലീൽസ്. മോർ ദാൻ 2 അലീൽസിന്റെ എക്സാമ്പിൾ നമ്മൾ തൊട്ടുമ്പോൾ പഠിച്ചു. ഏത്? ബ്ലഡ് ഗ്രൂപ്പ്. ബ്ലഡ് ഗ്രൂപ്പ് ഈസ് കൺട്രോൾഡ് ബൈ 3 അലീൽസ്. റൈറ്റ് സൈഡിൽ കൊടുത്തത് അതൊക്കെയാണ് IA, IB ആൻഡ് I.
അപ്പോൾ IB ആൻഡ് I അങ്ങനെ 3 അലീൽസ് ചേർന്നിട്ടാണ് ഹ്യൂമൻ ബ്ലഡ് ഗ്രൂപ്പ് കൺട്രോൾ ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് കോൾഡ് മൾട്ടിപ്പിൾ അലീൽസ്. അപ്പോൾ ഹ്യൂമൻ ബ്ലഡ് ഗ്രൂപ്പ് ഇതിനൊക്കെ എക്സാമ്പിളാണ് AB ബ്ലഡ് ഗ്രൂപ്പ്, ABO ബ്ലഡ് ഗ്രൂപ്പ് ഇതിനൊക്കെ എക്സാമ്പിളാണ്. കോ ഡോമിനൻസിനും എക്സാമ്പിളാണ്, മൾട്ടിപ്പിൾ അലീൽസിനും എക്സാമ്പിളാണ്. In an individual, only 2 alleles are present. Multiple alleles can be found only in a population. ശരിയല്ലേ? ഇപ്പോൾ എൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് A ഗ്രൂപ്പാണ്. എൻ്റെ ഏതൊക്കെ ഉണ്ടാവും? IA അല്ലെങ്കിൽ IA ഉണ്ടാവും. നോക്കുക ഇവിടെ എൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് A ഗ്രൂപ്പാണെങ്കിൽ ഏതുണ്ടാവും? IA അല്ലെങ്കിൽ IA. ഇപ്പോൾ നിങ്ങളുടെ ഒരാളുടെ ബ്ലഡ് ഗ്രൂപ്പ് B ഗ്രൂപ്പാണെന്ന് വെച്ചോ, IB അല്ലെങ്കിൽ IB ഉണ്ടാവും. AB ആണെങ്കിലോ IB ഉണ്ടാവും. O ഗ്രൂപ്പ് ആണെങ്കിൽ II. ഇത്രയേ ഉണ്ടാവുള്ളൂ. ഒരു പേഴ്സൺ എടുത്ത് നോക്കിയാൽ എന്തേ ഉള്ളൂ? 2 അലീൽസേ ഉള്ളൂ. പക്ഷേ ഒരു പോപ്പുലേഷൻ, ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ എടുത്ത് നോക്കിയാൽ എന്തുണ്ടാവും? 3 ഉണ്ടാവും. ഇപ്പോൾ എക്സാമ്പിൾ AB ഗ്രൂപ്പുള്ള ഒരാളും O ഗ്രൂപ്പുള്ള ഒരാളും അടുത്തടുത്ത് നിൽക്കുകയാണെന്ന് വെച്ചോ, 2 പേരിലും കൂടി എത്ര അലീൽസ് ഉണ്ട്? 3 അലീൽസ് ഉണ്ട്. O ഗ്രൂപ്പുള്ള ആളുടെ ബോഡിക്കകത്ത് സ്മോൾ I ഉണ്ട്. AB ഗ്രൂപ്പുള്ള ആളുടെ ബോഡിക്കകത്ത് Aയും Bയും ഉണ്ട്. അപ്പോൾ A ഉണ്ട്, B ഉണ്ട്, സ്മോൾ ലെറ്റർ I ഉണ്ട്. മീൻസ് IA, IB ആൻഡ് I ഇങ്ങനെ 3 ഉണ്ട്. ഒരു പോപ്പുലേഷനിൽ അങ്ങനെ ആയിരിക്കുമെന്നാണ് പറയുന്നത്. ഓക്കെ, മൾട്ടിപ്പിൾ അലീൽസ് ക്യാൻ ബി ഫൗണ്ട് ഓൺലി ഇൻ എ പോപ്പുലേഷൻ. ഇനി 4ാമത് നോക്കുക. നമ്മളിപ്പോൾ അതൊക്കെ പറഞ്ഞു. ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്, കോ ഡോമിനൻസ്, മൾട്ടിപ്പിൾ അലീലിസം. ഇനി പറയാൻ പോകുന്നത് പോളിജെനിക് ഇൻഹെറിറ്റൻസ്. ഒന്ന് വായിച്ചു നോക്കിയേ. എന്താണ് പോളിജെനിക് ഇൻഹെറിറ്റൻസ്? അത് വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? ഇറ്റ് ഈസ് ദ ഇൻഹെറിറ്റൻസ് ഇൻ വിച്ച് സം ട്രേറ്റ്സ് ആർ കൺട്രോൾഡ് ബൈ സെവറൽ ജീൻസ്. നമ്മൾ ഇതുവരെ പറഞ്ഞു നോക്കുക, ശ്രദ്ധിക്കുക. ഈച്ച് ക്യാരക്ടർ ഈസ് കൺട്രോൾഡ് ബൈ എ ജീൻ എന്നാണ് നമ്മൾ പഠിക്കുന്നത് ബയോളജിയിൽ അല്ലെങ്കിൽ ജെനറ്റിക്സിൽ. ഓരോ ക്യാരക്ടറിനും ഒരു ജീൻ ഉണ്ടാവും. ഇവിടെ ഒരു ക്യാരക്ടർ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നിൽ കൂടുതൽ ജീൻസ് ഉണ്ടെങ്കിലോ അതാണ് മൾട്ടിപ്പിൾ ജീൻസ്. ഇപ്പോൾ എക്സാമ്പിൾ നമ്മുടെ ബോഡിക്കകത്ത് ഒരു ക്യാരക്ടർ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ജീൻ ഉണ്ടെന്ന് വെച്ചോ, അത് നോർമൽ കണ്ടീഷൻ. പക്ഷേ ഒരു ക്യാരക്ടർ കൺട്രോൾ ചെയ്യാൻ വേണ്ടി സെവറൽ ജീൻസ് ഉണ്ടെങ്കിലോ മൾട്ടിപ്പിൾ ജീൻസ്. എന്താണ് ടോപ്പിക്കിൻ്റെ പേര്? പോളിജെനിക് ഇൻഹെറിറ്റൻസ്. പോളി മീൻസ് മെനി, ജെനിക് ജീനാണ്. അപ്പം മൾട്ടിപ്പിൾ ജീൻസ് വരുന്ന കേസാണ്, മൾട്ടിപ്പിൾ അലീൽ വരുന്നതാണ് മൾട്ടിപ്പിൾ അലീലിസം. ഇത് മൾട്ടിപ്പിൾ ജീൻസ് വരുന്നതാണ് പോളിജെനിക് ഇൻഹെറിറ്റൻസ്. ഇറ്റ് ഈസ് ദ ഇൻഹെറിറ്റൻസ് ഇൻ വിച്ച് സം ട്രേറ്റ്സ് ആർ കൺട്രോൾഡ് ബൈ സെവറൽ ജീൻസ്. എക്സാമ്പിൾ അതാണ് ഹ്യൂമൻ സ്കിൻ കളർ, ഹ്യൂമൻ ഹൈറ്റ് എക്സെട്ര. ഇറ്റ് കൺസിഡർ ദ ഇൻഫ്ലുവൻസ് ഓഫ് എൻവയോൺമെന്റ്. In a polygenic trait, phenotype reflects the contribution of each allele. That is, the effect of each allele is additive. അതായത് ഇപ്പോൾ സ്കിൻ കളർ നോക്കിയേ, നമ്മളിപ്പോൾ താഴെ കൊടുത്ത സ്കിൻ കളർ ആൾക്കാരുടെ നോക്കാം. വൈറ്റിൽ നിന്ന് ഡാർക്ക് വരെയുള്ള ഒരു പാറ്റേൺ. അതിൽ ഓരോരുത്തരുടെയും സ്കിൻ കളർ വേരിയേഷൻ ഉണ്ട്. നമ്മൾക്കിപ്പോൾ കാണുമ്പോൾ നമുക്ക് 2 ഗ്രൂപ്പിൽ കാണുന്നു, വൈറ്റും ബ്ലാക്ക് എന്ന് പറയും. പക്ഷേ ഓരോരുത്തരും എടുക്കുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? മാറ്റം വരുന്നുണ്ട്. അപ്പോൾ എന്താ അത് പറഞ്ഞത്? Skin color in human being is controlled by several genes. That is called multiple genes അല്ലെങ്കിൽ polygenic inheritance. അതാണ് ഈ ടോപ്പിക്കിൽ നമ്മൾ പഠിക്കുന്നത്. ഇനി ഹ്യൂമൻ സ്കിൻ കളറുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾക്ക് എന്ത് പറയാൻ പറ്റും? Assume that 3 genes A, B, C control human skin color. ഹ്യൂമൻ സ്കിൻ കളറിന് 3 ജീൻസ് ഉണ്ടെന്നും ആ 3 ജീൻ A, B ആൻഡ് C ആണെന്ന് വിചാരിക്കുക. ഡോമിനന്റ് ഫോംസ് A, B ആൻഡ് C റെസ്പോൺസിബിൾ ഫോർ ഡാർക്ക് സ്കിൻ കളർ. ക്യാപിറ്റൽ A, ക്യാപിറ്റൽ B, ക്യാപിറ്റൽ C ആണെങ്കിൽ ഡാർക്ക് സ്കിൻ കളറും
സ്മോൾ എ സ്മോൾ ബി സ്മോൾ സി ആണെങ്കിൽ ലൈറ്റ് സ്കിൻ കളറുമായിരിക്കും ഉണ്ടാവുക എന്ന് വിചാരിക്കുക. അതാണ് അതിൽ പറയുന്നത്. ഇപ്പോൾ നോക്കുക, ജീനോടൈപ്പ് വിത്ത് ഓൾ ദ ഡോമിനന്റ് അലീൽസ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ജീനോടൈപ്പ് എങ്ങനെ ആയിരിക്കും? ഇപ്പോൾ ക്യാപിറ്റൽ നമ്മൾ ഹൈറ്റ് എങ്ങനെയാണ് പറഞ്ഞത്? ക്യാപിറ്റൽ ടി ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ? റൗണ്ട് യെല്ലോ എങ്ങനെയാണ് പറഞ്ഞത് കഴിഞ്ഞ വീഡിയോകളിൽ? ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ വൈ ആയിരുന്നു റൗണ്ട് യെല്ലോ. ഇവിടെ നമ്മൾ എന്താ പറഞ്ഞത്? ABC അലീൽസ് ഉണ്ട്. ക്യാപിറ്റൽ എ ക്യാപിറ്റൽ ബി ക്യാപിറ്റൽ സി കിട്ടിയെന്നുണ്ടായിരിക്കും ഏറ്റവും ഡാർക്ക് സ്കിൻ ആയിരിക്കും ഉണ്ടാവുക. സ്മോൾ എ സ്മോൾ ബി സ്മോൾ സി ആണെങ്കിൽ ലൈറ്റ് ആയിട്ടുള്ള സ്കിൻ കളർ വൈറ്റ് ആയിരിക്കും ഉണ്ടാവുക. ഇനി അപ്പോൾ ക്യാപിറ്റൽ എ ക്യാപിറ്റൽ ബി ക്യാപിറ്റൽ സ്മോൾ സി ആണെങ്കിലോ ഒരു ഇന്റർമീഡിയറ്റ് കളർ ഉണ്ടാവും. അസംഷൻ ആണ്, അങ്ങനെ ആണെന്നല്ല, പക്ഷെ അങ്ങനെയുള്ള കേസ് ഉണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് ഹ്യൂമൻ സ്കിൻ കളർ ഇസ് കൺട്രോൾഡ് ബൈ മോർ ദാൻ വൺ ജീൻ, സോ ഇറ്റ് ഇസ് കോൾഡ് പോളിജെനിക് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ജീൻസ്. ജീനോടൈപ്പ് വിത്ത് 3 ഡോമിനന്റ് ആൻഡ് 3 റെസീവ് ഗീവ് ഇന്റർമീഡിയറ്റ് സ്കിൻ കളർ നമ്മൾ പറഞ്ഞ. ഓക്കെ, ഇപ്പം 3 കേസ് നോക്കുക. എക്സാമ്പിൾ, ഫസ്റ്റ് കേസ് നോക്കിയാൽ ഡാർക്ക് ആണ്, സെക്കൻഡ് വൈറ്റ്, തേർഡ് ആണെങ്കിൽ ഒരു ഇന്റർമീഡിയറ്റ് കളറാണ്. വൈറ്റ് ആണോ ചോദിച്ചാൽ വൈറ്റ് അല്ല, പ്യുവർ ബ്ലാക്കും അല്ല. അങ്ങനെ ദസ് നമ്പർ ഓഫ് ഈച്ച് ടൈപ്പ് ഓഫ് അലീൽസ് ഇൻ ദ ജീനോടൈപ്പ് ഡിറ്റർമിൻ ദ ഡാർക്ക്നെസ് ഓർ ലൈറ്റ്നെസ് ഓഫ് ദി സ്കിൻ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഫേമസ് ആയിട്ടുള്ള നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പിക്ചറാണ് ഈ റൈറ്റ് സൈഡിൽ കൊടുത്തത്. എന്താണ്? സ്കിൻ കളർ കൊണ്ടല്ല ആൾക്കാരെ തരംതിരിക്കേണ്ടത് എന്നുള്ളതുണ്ട്. അത് പല സ്ഥലങ്ങളിൽ നിങ്ങൾ സ്വന്തം വീട്ടിലേക്ക് ഒതുങ്ങിക്കൂടുന്ന അവസരത്തിൽ മറ്റു കാര്യങ്ങളെപ്പറ്റി ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അമേരിക്കയിലൊക്കെ ഇപ്പോഴും ഈ കറുത്ത വർഗ്ഗക്കാരെയൊക്കെ ആക്രമിക്കുന്നുണ്ട്. വർണ്ണവിവേചനം എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ടാവാറുണ്ട് അല്ലേ? ആഫ്രിക്കയിലൊക്കെ ഒരുപാട് വർഷങ്ങൾ നീണ്ടു നിൽക്കുന്നതാണ്. അമേരിക്കയിലൊക്കെ കഴിഞ്ഞ ഒരു മാസം മുമ്പ് ഒരു കറുത്ത വർഗ്ഗക്കാരനെ പോലീസ് വെടിവെച്ച് കൊന്നു. ഇങ്ങനെ ഒരുപാട് ആരോപണങ്ങൾ നേരിടുന്നുണ്ട്. ഫുട്ബോളിലൊക്കെ ശ്രദ്ധിക്കുന്നവർക്കറിയാം. നമുക്ക് ഇഷ്ടപ്പെട്ട താരങ്ങൾ എന്ന് പറഞ്ഞത് നമ്മൾ അവരുടെ കളി നോക്കിയിട്ടാണ് നമ്മൾ തീരുമാനിക്കുന്നത്. പക്ഷെ അതിൽ കളർ നോക്കുന്ന ആൾക്കാരുണ്ട്. നമുക്കില്ല, നമുക്കിപ്പോൾ അത് നമ്മൾ കളിക്കുന്നത് ഏറ്റവും നല്ല കളിക്കാരൻ ചിലപ്പോൾ കളർ നോക്കിയിട്ടല്ല നമ്മൾ തീരുമാനിക്കുന്നത്. ഏറ്റവും നല്ല ആക്ടറെ നമ്മൾ കളർ നോക്കിയിട്ട് തീരുമാനിക്കുന്നത്. അവരുടെ ഗെയിം ആ പാറ്റേൺ നോക്കിയിട്ടാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത്. പക്ഷേ കളർ നോക്കുന്ന ആൾക്കാരുണ്ട്. അത് മറ്റൊരു രീതിക്കൊക്കെ നമ്മുടെ നാട്ടിലുണ്ടെന്ന് വേണം പറയാം. ജാതി വ്യവസ്ഥ എന്നൊക്കെ പറയുന്നില്ലേ? ഏറ്റവും സുപ്പീരിയർ കാസ്റ്റായിട്ട് ചില കാസ്റ്റിനെ മേലെ കയറ്റി വെക്കും. താഴോട്ട് കാണുന്ന എല്ലാ കാസ്റ്റും മോശം കാസ്റ്റ് എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. റിലീജിയൻ്റെ പേജിലുണ്ട് അല്ലേ? അപ്പം അങ്ങനെ ഒരു വ്യത്യസ്തമായ കാലഘട്ടത്തിലൂടെ പോകുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ കളറിൻ്റെ ഇത് പറഞ്ഞത്. ഇപ്പം 4 പേരുടെ കൈകൾ കോർത്ത് പിടിച്ച് നോക്കിയേ. അതിനർത്ഥം എന്താണ്? എക്സ്റ്റേണൽ കളർ മാത്രമേ ഡിഫറൻ്റ് ഉള്ളൂ. ഇന്റേണലി ഓൾ ഹ്യൂമൻ ബീങ്സ് ആർ സെയിം. എന്താണ് സെയിം? 46 ക്രോമോസോം, ഹോമോസാപ്പിയൻസ്. ഓക്കെ, അതായത് സ്കിൻ കളറിലെ വേരിയേഷൻ എത്ര ഉണ്ടെങ്കിലും ഹ്യൂമൻ ബീങ്സ് ആർ സെയിം എന്നൊരിത് വേണം. ഇത് പറയാനുള്ള കാരണം നമ്മൾ ജീവിക്കുന്ന കാലഘട്ടം അങ്ങനെയാണ്. സ്കിൻ കളറിൻ്റെ പേരിൽ ആൾക്കാരെ കൊല്ലുന്ന ഒരു കാലഘട്ടം ജീവിക്കുന്നുണ്ടാണ് അങ്ങനെ പറയേണ്ടി വന്നിട്ടുള്ളത്. ഓക്കെ, ഇതാണ് പോളിജെനിക് ഇൻഹെറിറ്റൻസ്. ഇനി 5th വന്നത് പ്ലിയോട്രോപ്പി. നമ്മളിപ്പോൾ തൊട്ട് മുമ്പ് പറഞ്ഞ പോയിന്റും ഇതും തമ്മിലൊരു കോൺട്രഡിക്ഷൻ വരുന്നുണ്ട്. നോക്കാം. എ സിംഗിൾ ക്യാരക്ടർ ഈസ് കൺട്രോൾഡ് ബൈ മെനി ജീൻ ആണെങ്കിൽ പോളിജെനിക് ഇൻഹെറിറ്റൻസ്. എ സിംഗിൾ ജീൻ കൺട്രോൾ മെനി ക്യാരക്ടേഴ്സ് ആണെങ്കിൽ പ്ലിയോട്രോപ്പി. ഓക്കെ, അതായത് നമ്മൾ പറഞ്ഞെന്താണ്? സ്കിൻ കളറിനെ ABC ജീൻസ് കൺട്രോൾ ചെയ്യുന്നു. ഓക്കെ, അതാണെന്ത് നമ്മൾ പറഞ്ഞത്? പോളിജെനിക് ഇൻഹെറിറ്റൻസ്. ഇവിടെ പറയുന്നത് എ എന്ന ജീൻ ഒരുപക്ഷെ PQR അങ്ങനെ 3 ക്യാരക്ടേഴ്സിനെ കൺട്രോൾ ചെയ്യുന്നു. ഹിയർ എ സിംഗിൾ ജീൻ എക്സിബിറ്റ് മൾട്ടിപ്പിൾ ഫിനോടൈപ്പിക് എക്സ്പ്രഷൻസ്. സച്ച് എ ജീൻ ഈസ് കോൾഡ് പ്ലിയോട്രോപിക് ജീൻ. അതായത് എ സിംഗിൾ ജീൻ എക്സിബിറ്റ് മൾട്ടിപ്പിൾ ഫിനോടൈപ്പിക് എക്സ്പ്രഷൻ. എ സിംഗിൾ ജീൻ കൺട്രോൾ മെനി ഇഫക്ട്സ്. In most cases, mechanism of pleiotropy is the effect of a gene on metabolic pathways which contribute towards the different phenotypes. Example, starch synthesis in pea
ഫീനൈൽ കീറ്റോണൂറിയ എന്ന് പറഞ്ഞൊരു ഡിസീസാണ് ഹ്യൂമൻ ബീങ്ങിനെ അഫക്റ്റ് ചെയ്യുന്നത്. സിക്കിൾ സെൽ അനീമിയയും അതെ. ഇൻ ഫീനൈൽ കീറ്റോണൂറിയ ആൻഡ് സിക്കിൾ സെൽ അനീമിയ എ മ്യൂട്ടന്റ് ജീൻ ഹാസ് മെനി ഫിനോടൈപ്പിക് ഇഫക്റ്റ്. എക്സാമ്പിൾ, ഫീനൈൽ കീറ്റോണൂറിയ കോസ് മെൻ്റൽ റിട്ടാർഡേഷൻ, റിഡക്ഷൻ ഇൻ ഹെയർ ആൻഡ് സ്കിൻ പിഗ്മെൻറ്റേഷൻ. അതായത് എന്താണ് പറഞ്ഞത്, ഫീനൈൽ കീറ്റോണൂറിയ എന്ന അസുഖം ബാധിച്ചു കഴിഞ്ഞാൽ എന്താവും, മെൻ്റൽ റിട്ടാർഡേഷൻ വരും, മാനസികമായിട്ടുള്ള ബുദ്ധി വളർച്ച കുറയും, ബോഡി ഹെയർസിൻ്റെ എണ്ണം കുറയും, പിന്നെ സ്കിന്നിൻ്റെ കളറേഷനും കുറയും. അതായത് സിംഗിൾ ജീൻ കൺട്രോൾ മെനി ക്യാരക്ടറിസ്റ്റിക്. അതാണ് എന്ത് പറയുന്നത്, പ്ലിയോട്രോപ്പി. അപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞു ഇപ്പോൾ ഈ കാര്യങ്ങളിൽ 5 മെയിൻ കാര്യങ്ങളാണ് പഠിച്ചത്. ഏതൊക്കെ? നോൺ മെൻ്റൽ ഇൻഹെറിറ്റൻസ് പഠിച്ച കാര്യങ്ങൾ. ഒന്ന്, ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്, കോ ഡോമിനൻസ്, മൾട്ടിപ്പിൾ അലീലിസം, പോളിജനിക് ഇൻഹെറിറ്റൻസ് ആൻഡ് പ്ലിയോട്രോപ്പി. എന്താണ് പ്ലിയോട്രോപ്പിയുടെ പറഞ്ഞത്? ഇപ്പോൾ സ്റ്റാർച്ച് സിന്തസിസ് ഇൻ പീ പ്ലാന്റ് നോക്കുക. ഏത് രീതിയിലാണ് പീ പ്ലാന്റിൽ സ്റ്റാർച്ച് സിന്തസിസ് നോക്കിയാലോ? സ്റ്റാർച്ച് സിന്തസൈസ്ഡ് ഇഫക്റ്റീവ്ലി ബൈ BB ജീൻ. ഓക്കെ, ക്യാപിറ്റൽ ബി ജീനാണ് സ്റ്റാർച്ച് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സ്മോൾ ബി ആണെങ്കിലോ സ്മോളർ സ്റ്റാർച്ച് ഗ്രെയിൻ പ്രൊഡ്യൂസ് ചെയ്യും. സ്റ്റാർച്ച് ഗ്രെയിൻ സൈസ് ഓൾസോ ഷോ ഇൻകംപ്ലീറ്റ് അല്ലേ, ഒന്ന് ബിഗും സ്മോളും. അപ്പോൾ എഫക്റ്റീവ്, ഇപ്പോൾ നോക്കിയാൽ ഗ്യാമറ്റ് നോക്കിയാൽ ഫസ്റ്റ് ഓഫ്സ്പ്രിങ് എങ്ങനെ കിട്ടുന്നത്, ക്യാപിറ്റൽ ബി സ്മോൾ ബി കിട്ടും അല്ലേ. ക്യാപിറ്റൽ ബി സ്മോൾ ബി ആണ് കിട്ടുന്നത്. അത് ഇൻകംപ്ലീറ്റ് ആണ്. സീഡ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് വരുന്നുണ്ട്. പക്ഷേ നമ്മൾ പറഞ്ഞു സിംഗിൾ ജീൻ കൺട്രോൾ മോർ ദാൻ 1 ക്യാരക്ടറിസ്റ്റിക്സ്, അതാണ് പ്ലിയോട്രോപ്പി എന്ന് പറയുന്നത്. അപ്പോൾ ആ രീതിയിലാണ് പഠിക്കേണ്ടത്. എന്തായാലും ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ഇൻ ദ F1 ഇന്റർമീഡിയറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ക്യാൻ ബി സീൻ. എക്സാമ്പിൾ, മിറാബിലിസ് ജലപ്പ, റെഡ് ഇൻറ്റു വൈറ്റ് ആണെങ്കിൽ പിങ്ക് കിട്ടും. കോ ഡോമിനൻസോ ഇൻ AB ബ്ലഡ് ഗ്രൂപ്പ് ബോത്ത് A ആൻഡ് B അലീൽസ് ആർ ഡോമിനൻറ്റ്. അതാണ് നമ്മൾ എന്ത് പറഞ്ഞത്, കോ ഡോമിനൻസ്. മൾട്ടിപ്പിൾ അലീൽസ് ആണോ, സ്കിൻ കളർ ബ്ലഡ് ഗ്രൂപ്പ് ഈസ് കൺട്രോൾഡ് ബൈ 3 അലീൽസ്, മോർ ദാൻ 2 അലീൽസ് ആണെങ്കിൽ മൾട്ടിപ്പിൾ അലീൽസ്. പിന്നെ ഹ്യൂമൻ സ്കിൻ കളർ ഈസ് കൺട്രോൾഡ് ബൈ മോർ ദാൻ 1 ജീൻ. അതുകൊണ്ട് അത് പറഞ്ഞു പോളിജനിക് ഇൻഹെറിറ്റൻസ്. ഇവിടെയാണെങ്കിലോ സിംഗിൾ ജീൻ കൺട്രോൾ മെനി ഇഫക്റ്റ്. ഇതാണ് നമ്മൾ പ്ലിയോട്രോപ്പി എന്ന് പറയുന്നത്. ഇത്രയുമാണ് ഈ ടോപ്പിക്കിൽ പഠിക്കാനുള്ളത്. ഓക്കെ, താങ്ക് യു.